സാബത്ത് ദിവസം നസ്രസിലെ സിനഗോഗിൽ. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നസ്രസിലെ സിനഗോഗിലാണ്. ഇന്ന് സാബത്ത് ദിവസമാകുന്നു. ഈശോ അബിമലേക്കിനെ സംബന്ധിച്ച സാരോപദേശ കഥ വായിക്കുകയും താഴെ പറയുന്ന വാക്കുകളോടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. മുൾപടർപ്പിലെ അഗ്നി ഇറങ്ങി വന്ന് ലെബനോനിലെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. അതിനുശേഷം അവൻ ചുരുൾ സിനഗോഗ് തലവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ബാക്കിയുള്ളത് നീ വായിക്കുന്നില്ലേ? നീതികഥ മനസ്സിലാക്കുന്നതിനു വേണ്ടി അത് മുഴുവനും വായിക്കണം, തലവൻ പറയുന്നു. അതിനാവശ്യമില്ല. അബിമലേക്കിൻ്റെ കാലം വളരെ പുരാതനമാണ്. ആ പഴയ കഥ ഈ കാലത്തിന് യോജിച്ച രീതിയിൽ ഞാൻ അവതരിപ്പിക്കാം. നസ്രസിലെ ജനങ്ങളെ ശ്രവിക്കുവിൻ. അബിമലേക്കിൻ്റെ കഥയുടെ ഗുണപാഠം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ സിനഗോഗ് തലവൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ റബ്ബിയിൽ നിന്നാണ് അവൻ പഠിച്ചത്. അവൻ്റെ റബ്ബി വേറൊരു റബ്ബിയിൽ നിന്നും പഠിച്ചു. അങ്ങനെ യുഗങ്ങളായി ഒരേ രീതിയിലും ഒരേ നിഗമനങ്ങളോടും കൂടെ അത് പഠിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് വ്യത്യസ്തമായൊരു ഗുണപാഠം എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. കിണറ്റിൽ നിന്നും വെള്ളം കോരുവാൻ ഉപയോഗിക്കുന്ന കപ്പിയിലെ കയറ് പോലെ ആകരുത്. തേഞ്ഞു തീരുന്നത് വരെ അത് ഒരു വ്യത്യാസവും കൂടാതെ മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു. മനുഷ്യൻ കയറോ യന്ത്രമോ അല്ല. ബുദ്ധിശക്തി കൊണ്ട് അനുഗ്രഹീതനാണ്. സാഹചര്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് അതുപയോഗിക്കണം. വാക്കുകളുടെ അക്ഷരങ്ങൾ എക്കാലത്തേക്കും ഒന്നു തന്നെയാണെങ്കിലും സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടാം. ഓരോ പ്രാവശ്യം പുതിയ ഉൾക്കാഴ്ചകൾ കണ്ടുപിടിക്കുവാൻ മിനക്കെടുവാനോ അതിൻ്റെ സംതൃപ്തി ലഭിക്കുവാനോ ഒരുമ്പെടാത്ത പാവം റബ്ബിമാരുണ്ട്. പുരാതനമായ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അരൂപിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് സ്വന്തമായ ഒരു വാക്കുപോലും കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവ അനേകം പ്രാവശ്യം ആവർത്തിച്ചാലും ഒരു വ്യത്യാസവുമില്ലാത്ത ശബ്ദത്തിൻ്റെ പ്രതിധ്വനി പോലെ മാത്രമായിരിക്കും. എല്ലാത്തര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഔഷധച്ചെടികളും വളരുന്ന വനം മനുഷ്യവംശത്തെ സൂചിപ്പിക്കുന്നു. തങ്ങളുടെ സന്തോഷത്തിന് സുരക്ഷിതത്വത്തിനുമുള്ള ഉത്തരവാദിത്വമാകുന്ന ഭാരം വഹിക്കുവാൻ കഴിവുള്ള വ്യക്തിയാൽ നയിക്കപ്പെടണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അധീനരോട് ഉത്തരവാദിത്വമുള്ള ഒരാൾ അയൽ രാജ്യങ്ങളോടും അതിലേറെ ഭീതിയുളവാക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തോടുമുള്ള ആൾ. കാരണം കിരീടവും മാഹാത്മ്യവും പ്രധാന സ്ഥാനവും മനുഷ്യരാണ് നൽകുന്നത്. എങ്കിലും ദൈവമാണ് അവ അനുവദിക്കുന്നത്. ദൈവത്തിൻ്റെ ദാക്ഷിണ്യം കൂടാതെ മാനുഷികമായി യാതൊരു അധികാരവും നൽകപ്പെടുന്നില്ല. എന്നേക്കും നിലനിൽക്കുമെന്ന് കരുതപ്പെടുന്ന രാജവംശങ്ങൾ തൊട്ടുകൂടാത്ത ശക്തികളാണെന്ന് വിചാരിക്കപ്പെട്ടിരുന്നവർ ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്ര വേഗത്തിൽ അധംപതിക്കുന്നതിന് ദൈവം അനുവദിക്കുന്നതിനാലാണ്. കാരണം അവർ തങ്ങളുടെ അധികാര പരിധി വിട്ട് ആളുകളെ പരീക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ജനം തന്നെ ദൈവത്തിൻ്റെ സമ്മതത്തോടെ അവരുടെ ദുഷ്ടരായ ഭരണകർത്താക്കളോട് എതിർക്കുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്യുന്നു. വീഴുന്നവർ വെറും പൊടിയോ ഓടയിലെ അഴുക്കോ ആയിത്തീരും. ഞാൻ പറഞ്ഞു, അധീനരോടും അയൽ രാജ്യങ്ങളോടും അതിൽ കൂടുതലായി ദൈവത്തോടും ഉത്തരവാദിത്വമുള്ള ആരെയെങ്കിലും തിരഞ്ഞെടുക്കണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് എന്ന്. ചരിത്രത്തിൻ്റെ വിധി ഭയാനകമാണ്. അതിനെ മാറ്റിമറിക്കാൻ വ്യക്തി താൽപ്പര്യങ്ങൾ വ്യക്തമായി ശ്രമിക്കുന്നു. കാരണം ഭാവി സംഭവങ്ങളും ജനങ്ങളും അതിൻ്റെ പ്രാരംഭ സത്യാവസ്ഥയിലേക്ക് അതിനെ വീണ്ടും നയിക്കും. ദൈവനീതി ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതാണ്. കാരണം ഏതെങ്കിലും സമ്മർദ്ദത്തിന് അത് വഴങ്ങുകയില്ല. മനുഷ്യരുടെ മാറ്റം മറികൾക്ക് അത് ഒട്ടും വിധേയമല്ല. എല്ലാറ്റിനും ഉപരിയായി അത് തെറ്റായി വിധിക്കുന്നില്ല. അതുകൊണ്ട് ജനനേതാക്കളായും ചരിത്രം രചിക്കുന്നവരുമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ വിശുദ്ധന്മാരുടെ വീരോചിതമായ നീതിനിഷ്ഠയോടെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഭാവി ദുഷ്കീർത്തി നിറഞ്ഞതാകും.
ദൈവത്താൽ നിത്യമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് അബിമേലെക്കിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ വൃക്ഷങ്ങൾക്കൊരു രാജാവ് വേണം. അതിനായി അവർ ഒലിവ് മരത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നാൽ ഒലിവ് ഒരു പുണ്യമരമാണല്ലോ. അതിൻ്റെ എണ്ണ നിമിത്തം പ്രകൃത്യാതീതമായ ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗപ്പെടുത്തുക. കർത്താവിൻ്റെ മുമ്പിൽ കത്തുന്ന ദീപങ്ങളിൽ പകരുന്നത് ഒലിവെണ്ണയാണ്. ദശാംശം, ബലി ഇവയുടെ അർപ്പണത്തിൽ ഒരു പ്രധാന ഭാഗം ഒലിവെണ്ണയാണ്. അൾത്താരയിൽ പുരോഹിതൻ, രാജാക്കന്മാർ അങ്ങനെ അഭിഷേകം ചെയ്യുന്നതിന് ആവശ്യമുള്ള കർമ്മങ്ങൾക്കെല്ലാം ഒലിവെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിന് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഗുണമുള്ളതുകൊണ്ട് ആരോഗ്യമുള്ളവരും രോഗഗ്രസ്തവുമായ ശരീരങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒലിവ് മരം മറുപടി പറയുന്നു, എൻ്റെ വിശുദ്ധവും സ്വാഭാവികവുമായ വിളി വിട്ടുകളഞ്ഞിട്ട് ഭൗമിക കാര്യങ്ങൾക്കായി എന്നെ തന്നെ തരം താഴ്ത്താൻ എങ്ങനെ കഴിയും? ഓ, ഒലിവ് വൃക്ഷത്തിൻ്റെ മറുപടി എത്ര ശാന്തമായിരുന്നു! ദൈവം വിശുദ്ധവുമായ ഒരു ദൗത്യത്തിനായി വിളിച്ചിരുന്ന എല്ലാവരും എങ്കിലും ഒലിവിൻ്റെ ആ മറുപടി പഠിക്കുകയും ആവർത്തിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ട്? വാസ്തവത്തിൽ പിശാചിൻ്റെ പ്രേരണകൾക്ക് മറുപടിയായി എല്ലാ മനുഷ്യരും ഇത് പറയേണ്ടതാണ്. കാരണം ഓരോ മനുഷ്യനും ഒരു രാജാവും ദൈവപുത്രനുമാണ്. അവന് നൽകിയിട്ടുള്ള ആത്മാവ് നിമിത്തം അവൻ രാജപദവിയിലുള്ള ദൈവപുത്രനാണ്. സ്വഭാവീതമായ ഒരു സ്ഥാനത്തിനാണ് അവൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ ആത്മാവ് അൾത്താരയും ഭവനവുമാണ്. ദൈവത്തിൻ്റെ ബലിപീഠം പുത്രനും പ്രജയുമായവൻ്റെ സ്നേഹവും ബഹുമാനവും സ്വീകരിക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് ഇറങ്ങി വരുന്ന ഭവനം. എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. ഓരോ ആത്മാവും ഓരോ ബലിപീഠമാണ്. അതിനാൽ എല്ലാ മനുഷ്യരും പുരോഹിതരും ബലിപീഠത്തിൻ്റെ സൂക്ഷിപ്പുകാരാകുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പുരോഹിതൻ തന്നെ തന്നെ അശുദ്ധമാക്കരുത്. അതിനാൽ സാത്താനും ലോകവും മാംസവും പ്രലോഭിപ്പിക്കുമ്പോൾ മനുഷ്യൻ മറുപടി പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ ആധ്യാത്മിക അവസ്ഥ നിർത്തിവെക്കുകയും ഭൗതികമായ പാപസാഹചര്യങ്ങളിൽ മുഴുകുകയും ചെയ്യണമോ? വൃക്ഷങ്ങൾ പിന്നീട് ഒരു അത്തിമരത്തെ സമീപിച്ച് അവരെ ഭരിക്കുന്നതിന് ക്ഷണിച്ചു. എന്നാൽ അത്തിമരം പറഞ്ഞു, ഒരു രാജാവാകുന്നതിനു വേണ്ടി എൻ്റെ മാധുര്യവും ഈ നല്ല ഫലങ്ങളും ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? പലരും ശാന്തരും കാരുണ്യവാന്മാരുമായവരെ അവരുടെ രാജാവാകാൻ ക്ഷണിക്കും. കാരുണ്യത്തോട് മടുപ്പുണ്ടായിട്ടല്ല, പ്രത്യുത കാരുണ്യവാനായതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നതെന്തും അയാളിൽ നിന്നും നേടിയെടുക്കാം. അവർക്കിഷ്ടം പോലെ അസഭ്യം പറയാം, അവസാനം പരിഹസിക്കുകയും ചെയ്യാം. എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ കാരുണ്യം ബലഹീനതയല്ല, അത് നന്മയാണ്. ആദ്യത്തേത് പുണ്യം, രണ്ടാമത്തേത് തെറ്റ്. കാരുണ്യം പുണ്യമായതിനാൽ അതുള്ളവർക്ക് നീതിയുടെ മനസ്സാക്ഷി ഉണ്ടായിരിക്കും. എന്ത് നഷ്ടം വന്നാലും ലക്ഷ്യത്തോട് വിശ്വസ്തത അവർ പുലർത്തും. ദൈവത്തിൻ്റെ താല്പര്യമില്ലായ്മ ലൗകിക താല്പര്യങ്ങളിലേക്ക് വശീകരിക്കുന്ന മാനുഷിക യാചനകളും ആകർഷണങ്ങളും അവഗണിക്കാൻ, അവയോട് ചെറുത്തു നിൽക്കാൻ അയാൾക്ക് നല്ല മനസാക്ഷി പ്രാപ്തി നൽകും. കരുണയുള്ള മനുഷ്യൻ കുറ്റാരോപണങ്ങളെ വെറുപ്പോടെ തിരസ്കരിക്കുകയില്ല. അവൻ്റെ സഹായം തേടുന്നവരെ പരുഷമായി തിരസ്കരിക്കുകയില്ല. നേരെ മറിച്ച് സഹതാപപൂർവം പുഞ്ചിരി തൂക്കിക്കൊണ്ട് അയാൾ പറയും, എന്നെ സമാധാനത്തിൽ വിട്ടേക്കൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനുമാണ് ജീവിക്കുന്നത്. എങ്കിലും എനിക്ക് നിങ്ങളുടെ രാജാവാകാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഒരു രാജ്യത്വം മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, അതായത് നിങ്ങളുടെ ആത്മാക്കളുടെയും എൻ്റെ ആത്മാവിൻ്റെയും രാജ്യത്വം, അതായത് ആധ്യാത്മിക രാജ്യത്വം. അടുത്തതായി വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയുടെ അടുത്ത് ചെന്ന് തങ്ങളുടെ രാജാവാകാമോ എന്ന് ചോദിച്ചു. എന്നാൽ മുന്തിരിവള്ളി ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, സന്തോഷവും ശക്തിയുമായ എനിക്ക് അവ ഉപേക്ഷിച്ച്
നിങ്ങളുടെ രാജാവാകാൻ കഴിയുകയില്ല. രാജാവിന് എപ്പോഴും ആത്മീയ വിഷാദമായിരിക്കും. അത് ഉത്തരവാദിത്തങ്ങളുടെയും ഇച്ഛാഭംഗങ്ങളുടെയും ആധിക്യം കൊണ്ടാവാം. കാരണം പാപം ചെയ്യാത്ത, സ്വയം കുറ്റപ്പെടുത്താത്ത രാജാക്കൾ കറുത്ത വജ്രം പോലെ വിരളമാണ്. ദൂരെ നിന്ന് തിളങ്ങുമ്പോൾ അധികാരം ആകർഷിക്കുന്നു. എന്നാൽ അടുത്തു ചെല്ലുമ്പോഴാണ് അതൊരു പ്രകാശമുള്ള നക്ഷത്രമല്ല, മിന്നുന്നൊരു പ്രകാശത്തിൻ്റെ ഒരു നേരിയ പ്രകാശം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, രാജാവിന് ചുറ്റും പൊന്തി വരുന്ന 1000 സ്വകാര്യ താല്പര്യങ്ങളാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് അതെന്നും മനസ്സിലാക്കുന്നു. രാജസദസ്യരുടെ, സഖ്യരാജ്യങ്ങളുടെ, ബന്ധുക്കളുടെ വ്യക്തി താല്പര്യങ്ങളുടെ ബന്ധനങ്ങൾ തൈലാഭിഷേക അവസരത്തിൽ എത്രയോ രാജാക്കന്മാർ ശപഥം ചെയ്ത് പറയാറുണ്ട്, ഞാൻ സമഭാവന പാലിക്കും എന്ന്. എന്നാൽ പിന്നീട് അത് പാലിക്കാതെ പ്രവർത്തിക്കും. വളരെ ദുർബലവും വഴക്കവുമുള്ളതുമായ ഐവി ഒരു വൃക്ഷത്തെ ആദ്യമായി ആലിംഗനം ചെയ്യുമ്പോൾ വൃക്ഷം എതിർക്കാറില്ല. അതിനെ കൊണ്ടൊരു ഉപദ്രവവും വരികയില്ല. കാരണം അതത്ര ലോലവും ബലഹീനവുമാണ്. നേരെ മറിച്ച് ഐവി കൊണ്ട് അലങ്കരിക്കപ്പെടുന്നത് അത് ഇഷ്ടപ്പെടുന്നു. പോരാഞ്ഞിട്ട് അതിന് നേരെ മുകളിലേക്ക് കയറാൻ സഹായിക്കുന്ന താങ്ങായതിൽ അഭിമാനിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് ഓരോ രാജാവും ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നതെന്ന് തന്നെ ഞാൻ പറയും. രാജസദസ്യരുടെയും സഖ്യരാജ്യങ്ങളുടെയും വ്യക്തികളുടെയും ബന്ധുക്കളുടെയും താല്പര്യങ്ങളുടെ ആലിംഗനത്തിന് അവൻ വഴങ്ങിക്കൊടുക്കും. അവരുടെ ഔദാര്യമുള്ള സംരക്ഷകനാകുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യും. ഓ, അത് വളരെ നിസ്സാരമാണെന്ന് അവർ പറയും. സൂക്ഷിക്കുക എന്ന് അവൻ്റെ മനസാക്ഷി മുന്നറിയിപ്പ് കൊടുത്താലും അവൻ കരുതുന്നത് അവൻ്റെ ശക്തിയെയോ സൽപ്പേരിനെയോ അത് ബാധിക്കുകയില്ലെന്നാണ്. വൃക്ഷവും അതുതന്നെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ആ വള്ളിച്ചെടി വളരുന്നു. നീണ്ട ശക്തി പ്രാപിച്ച വൃക്ഷത്തിൻ്റെ നീര് വലിച്ചെടുത്ത് പൂർവാധികം ശക്തി പ്രാപിച്ച് വൃക്ഷത്തിൻ്റെ തായ്തണ്ടിനെയും ശാഖകളെയും പൊതിയുന്നു. സൂര്യപ്രകാശം ലഭിക്കാതെ വൃക്ഷം ശ്വാസം മുട്ടിച്ചാകുന്നു. ചെടി അതിലമായിരുന്നു പോലും. വൃക്ഷം വളരെ ശക്തിയുള്ളതും. എന്നാൽ ആ വള്ളിച്ചെടി വളരുന്നു. നീണ്ട ശക്തി പ്രാപിച്ച വൃക്ഷത്തിൻ്റെ നീര് വലിച്ചെടുത്ത് പൂർവാധികം ശക്തി പ്രാപിച്ച് വൃക്ഷത്തിൻ്റെ തായ്തണ്ടിനെയും ശാഖകളെയും പൊതിയുന്നു. സൂര്യപ്രകാശം ലഭിക്കാതെ വൃക്ഷം ശ്വാസം മുട്ടിച്ചാകുന്നു. ചെടി അതിലോലമായിരുന്നു പോലും. വൃക്ഷം വളരെ ശക്തിയുള്ളതും. ഇങ്ങനെ രാജാക്കന്മാരും അവരുടെ ദൗത്യവുമായുള്ള ആദ്യത്തെ ഒത്തുതീർപ്പ് നടത്തുന്നു. മനസാക്ഷിയുടെ സ്വരം കേൾക്കുമ്പോൾ തോളുകൾ ഉയർത്തി നിസ്സാരമാക്കുന്നു. കാരണം സ്തുതി കേൾക്കുന്നത് ആനന്ദദായകമാണ്. എന്നാൽ രാജാവ് ഭരണത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, മറ്റാൾക്കാരുടെ താല്പര്യങ്ങൾ രാജാവിനെ ബന്ധനസ്ഥനാക്കുമ്പോൾ, ആദ്യം ആനുകൂല്യങ്ങൾ നേടിയവർ അവൻ്റെ വായ് മൂടിക്കെട്ടി ശ്വാസം മുട്ടിക്കും. അവർ അവനേക്കാൾ ശക്തനാണെങ്കിൽ അവൻ്റെ മരണത്തിന് കാലതാമസം ഉണ്ടാകുമെന്ന് കാണുമ്പോൾ അവനെ കൊല്ലും. ആത്മീയമായി രാജാവായിരിക്കുന്ന ഒരു സാധാരണക്കാരനും അഹങ്കാരവും മോഹവും കൊണ്ട് കുറെ കൂടി താണനിലയിലുള്ള രാജ്യത്വം സ്വീകരിച്ചാൽ ഇതുപോലെ നശിക്കും. ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്ന് ലഭിച്ച പ്രശാന്തത അവന് നഷ്ടപ്പെടുന്നു. കാരണം പിശാച്, ലോകം, മാംസം എന്നിവ ഒരുതരം മായാശക്തിയും സന്തോഷവും പ്രദാനം ചെയ്യും. എന്നാൽ ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നുമുളവാകുന്ന ആത്മീയ ആനന്ദം നഷ്ടപ്പെടും. ഓ, അരൂപിയിൽ ദരിദ്രരായിട്ടുള്ളവരുടെ ആനന്ദവും ശക്തിയുമോ മനുഷ്യർ പറയുന്നത് നിങ്ങൾക്ക് വളരെ യോജിച്ചതാണ്. നിങ്ങളതിന് അർഹരാണ്. നിങ്ങളുമായുള്ള കൂട്ടുകെട്ടിൽ എൻ്റെ ആന്തരിക ശക്തിയും സന്തോഷവും സ്വർഗവും അവിടുത്തെ യഥാർത്ഥ രാജ്യത്വവും നഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കെങ്ങനെ എൻ്റെ അധമാംശത്തിൽ ഒരു രാജ്യത്വം സ്വീകരിക്കുവാൻ കഴിയും? സ്വർഗരാജ്യം കരസ്ഥമാക്കുക മാത്രം ലക്ഷ്യം വയ്ക്കുകയും ആ രാജ്യത്തിന് ചേരാത്തതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അരൂപിയിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർക്ക് പറയുവാൻ കഴിയും,
മൃഗീയതയുടെ ശുഷ്കമായ മരുഭൂമിയിൽ വസിക്കുന്ന സഹോദരങ്ങൾക്കായി പാനീയം നൽകുകയാണ് ഞങ്ങൾക്കുള്ള ദൗത്യം. വളർത്തമ്മയില്ലാത്തൊരു ശിശുവിന് ജീവദായകമായ പാനീയങ്ങൾ നൽകി ജീവൻ നൽകേണ്ടത് ആവശ്യമായതുപോലെ ഞങ്ങൾ പാകമായ പഴച്ചാറുകൾ ദാഹാർത്തരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകുന്നു. ആ ദൗത്യം നിർവഹിക്കാതിരിക്കാൻ ഞങ്ങൾക്കെങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ മാറ് നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുകയും ഇരുളടഞ്ഞ സംശയങ്ങളാൽ പീഡിതരാകുകയും ചെയ്യുന്ന മനുഷ്യവർഗത്തിൻ്റെ ധാത്രികളാണ് ഞങ്ങൾ. എല്ലാ ഭൗമിക ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായി ജീവിക്കുന്ന ഞങ്ങളെ അവർ കാണുന്നില്ലെങ്കിൽ ഒരു ജീവിതവും ഒരു സന്തോഷവും ഒരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും ഉണ്ടെന്ന് ആരവരെ ബോധ്യപ്പെടുത്തും? ദുരിതപൂർണമായ ഒരു താല്പര്യത്തിനായി അതുപോലുള്ള സ്നേഹം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. വൃക്ഷങ്ങൾ അടുത്തതായി മുൾപടർപ്പിനെ സമീപിച്ചു. അത് അവരുടെ അപേക്ഷ തിരസ്കരിച്ചില്ല. എന്നാൽ കഠിനമായ ചില വ്യവസ്ഥകൾ ഉന്നയിച്ചു. നിങ്ങൾക്ക് എന്നെ രാജാവായി ലഭിക്കണമെങ്കിൽ എല്ലാവരും എനിക്ക് കീഴ്പ്പെട്ടിരിക്കണം. എന്നാൽ എന്നെ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഓരോ മുള്ളും നിങ്ങളെ എരിയിക്കുന്ന പീഡനമാകും. ലെബനിലെ ദേവദാരുക്കൾ ഉൾപ്പെടെ എല്ലാം ഞാൻ വിഴുങ്ങും. യഥാർത്ഥ രാജ്യത്വമെന്ന് കരുതി ലോകം സ്വീകരിക്കുന്ന ഭരണം ഇത്തരത്തിലുള്ളതാണ്. ധാർഷ്ട്യവും ക്രൂരതയുമാണ് രാജ്യത്വമെന്ന് ദുഷിച്ച ജനം കരുതുന്നു. ശാന്തതയും നന്മയും ബലഹീനതയാണെന്നും വിഡിത്തമാണെന്നും ജനം കരുതുന്നു. മനുഷ്യർ ദൈവത്തിന് വിധേയപ്പെടുകയല്ല, എന്നാൽ തിന്മക്ക് വഴങ്ങിക്കൊടുക്കും. തിന്മയാൽ അവൻ പ്രലോഭിക്കപ്പെടുന്നു, അതിന് വഴിപ്പെടുന്നത് വഴി അഗ്നിക്കിരയാവുകയും ചെയ്യുന്നു. ഇതാണ് അബിമേലെക്കിൻ്റെ കഥ.